ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ആനി. ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുകയാണ്. വിലിമ്പി പുളി ഉപയോഗിച്ചുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. കേരളത്തിൽ പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമേ ഞാൻ പറയുകയാണ്, ഇതിൻ്റെ പേര് എന്താണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വിലിമ്പി പുളി, ചില സ്ഥലങ്ങളിൽ ഇതിന് പറയുന്നത് വിലിമ്പി പുളി, പുളിഞ്ചിക്ക എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും പരിചയമുള്ള ഒന്നാണ്. നമ്മുടെ പറമ്പിലൊക്കെ പഴുത്ത് കൊഴിഞ്ഞു പോകുന്ന ഒന്നാണല്ലേ. എത്ര നല്ല ഗുണങ്ങളുള്ളതാണെങ്കിലും പഴയതെല്ലാം ഉപേക്ഷിച്ച് അന്യനാടുകളിൽ നിന്ന് വിഷമടിച്ച് വരുന്ന ഫ്രൂട്ട്സൊക്കെയാണ് നമ്മളൊക്കെ ഉപയോഗിക്കുന്നത്. അതിനോടൊക്കെയാണ് പലർക്കും ഇന്ന് താല്പര്യം. വാളൻ പുളി, കുടംപുളി എന്നിവയ്ക്ക് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഇലിമ്പിപ്പുളി. മാങ്ങയ്ക്ക് പകരം മീൻ കറിയിൽ ചേർക്കാം, അച്ചാറിടാൻ ഉപയോഗിക്കാം, ചമ്മന്തി ഉണ്ടാക്കാം, വൈൻ ഉണ്ടാക്കാം, ജ്യൂസ് ഉണ്ടാക്കാം. അങ്ങനെ എത്ര വിഭവങ്ങളാണ് നമുക്കിതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. നമ്മുടെ ഡ്രസ്സിലെ കറ നീക്കാനായിട്ട് നല്ലതാണ് ഇലിമ്പിപ്പുളി. ചർമ്മരോഗങ്ങളൊക്കെ ഉള്ളവർ പുളിയിലിട്ട തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് കുളിക്കുന്നത് വളരെ ആശ്വാസം തരുന്ന ഒന്നാണ്. ത്വക്ക് രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ ഇലിമ്പിപ്പുളിയുടെ ഇല. ഇതുപയോഗിച്ച് നമുക്ക് അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. വിലിമ്പിപ്പുളി കൂടുതലുള്ളപ്പോൾ ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് ഉണക്കി വെച്ച ശേഷം നമുക്ക് മീൻകറിയിലൊക്കെ ഉപയോഗിക്കാം. അതേപോലെ അച്ചാറിടാൻ എടുക്കാം. ഉണക്കി സൂക്ഷിച്ചാൽ കൂടുതൽ നാൾ അച്ചാറിടാതെ തന്നെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഉപ്പിലിട്ട് വയ്ക്കാൻ സാധിക്കും. പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അച്ചാറൊന്നും ഇരിപ്പില്ലാത്ത അവസരത്തിൽ പറമ്പിലേക്ക് ഇറങ്ങിച്ചെന്ന് കുറച്ച് വിലിമ്പിപ്പുളി പറിച്ചെടുത്താൽ പെട്ടെന്നൊരു അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇലിമ്പിപ്പുളി കഴുകിയത് ഒരു 4 അരിഞ്ഞു വയ്ക്കുക. ഞാൻ 1 കപ്പ് ഇലിമ്പിപ്പുളിയാണ് എടുത്തിരിക്കുന്നത്. ഉലുവ 1 ടീസ്പൂൺ, കായം 1/2 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കാന്താരി മുളക് 4 എണ്ണം. കാന്താരി മുളകില്ലെങ്കിൽ ഒരു പച്ചമുളക് എടുത്താലും മതി. മുളക് പൊടിയും പച്ചമുളകും ഒക്കെ എടുക്കുന്നത് നമ്മുടെ കയ്യിലുള്ള മുളകിൻ്റെ എരിവ് അനുസരിച്ച് വേണം എടുക്കാനായിട്ട്, അത് പ്രത്യേകം ഓർക്കുക. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 ചുള വെളുത്തുള്ളിയും അരിഞ്ഞു വയ്ക്കുക. ഉപ്പ് ആവശ്യത്തിന്. അച്ചാറിടാനായിട്ട് എപ്പോഴും നല്ലത് നല്ലെണ്ണ തന്നെയാണ്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ആദ്യം തന്നെ ചട്ടി അടപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇനി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കടുക്. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് നമുക്ക് വഴറ്റാം. കാന്താരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് പുളി ചേർത്തിളക്കാവുന്നതാണ്. നിറമൊന്ന് മാറി വരുന്നതാണ് വേകുന്ന പാകം എന്ന് പറയുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ പുളി ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി വെന്ത് പോകേണ്ട ആവശ്യമില്ല, ഒരു ചെറിയ വേവേ പുളിക്കുള്ളൂ. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മുടെ എല്ലാ കഷ്ണത്തിനും പിടിക്കത്തക്ക വിധം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ താളിച്ചാണ് മുളകൊക്കെ ചേർക്കുന്നത് അല്ലേ. ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. 1 മിനിറ്റ് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി കായം പൊടിച്ചത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ പുളിയച്ചാർ തയ്യാറായിട്ടുണ്ട്. 5 മിനിറ്റ് കൊണ്ട് പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു അച്ചാറാണിത്. എല്ലാവരും തീർച്ചയായിട്ടും എൻ്റെ ഈ അച്ചാർ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും. ഇനി നിങ്ങൾ അച്ചാറിടുന്ന വിധം എങ്ങനെയാണ് എന്ന് അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റ് ചെയ്യുക. വിലിമ്പിപ്പുളി നിങ്ങളുടെ നാട്ടിലൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്ന് തീർച്ചയായും
പങ്കുവയ്ക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോസ് കാണുന്നവർ ആരോഗ്യം, സൗന്ദര്യം, അടുക്കള നുറുങ്ങുകൾ എന്നിവയെക്കുറിച്ചുള്ള വീഡിയോകൾ ഡെയിലി ലഭിക്കുന്നതിനായിട്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് റെഡ് കളറിലെ, അതിൽ ക്ലിക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് ആകും. പിന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി പറയുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.